നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് കാര്യവട്ടത്ത്. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാനം ഒരുങ്ങുമ്പോൾ സഞ്ജു സാംസന്റെ പ്രകടനത്തെ ഉറ്റുനോക്കിയ ആരാധകർ. പരിക്കിൽ നിന്ന് മുക്തരായ ഇഷാൻ കിഷനും അക്സർ പട്ടേലും 11ലേക്ക് തിരിച്ചെത്തി. മത്സരം വൈകിട്ട് 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ആദായ നികുതി റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയി സ്വയം വെടിവെച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം CIDക്ക് കൈമാറി കർണാടക സർക്കാർ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അടക്കം വിപുലമായ പരിശോധന. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടായെന്ന കുടുംബത്തിന്റെ പരാതി വിശദമായി അന്വേഷിക്കും. സംസ്കാര ചടങ്ങുകൾ നടക്കുക നാളെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന് ക്ലീൻ ചിറ്റ് നൽകിയ SIT. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ലെന്നും പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും വിലയിരുത്തൽ. നടനെ ഇനി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് SIT. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം തേടി ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ സുപ്രീം കോടതിയിൽ. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീല്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഗോവർദ്ധൻ. സ്വർണ്ണവിലയിൽ ഇന്ന് വൻ ഇടിവ്. പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയിലെത്തി. ഗ്രാമിന് 790 രൂപ കുറഞ്ഞ് 14,720 രൂപയിൽ. 2 ദിവസം കൊണ്ട് ഒരു പവന് കുറഞ്ഞത് 12,600 രൂപ. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് കാര്യവട്ടത്ത്. വൈകിട്ട് 7 മണിക്കാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുക. ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാനം ഒരുങ്ങുമ്പോൾ സഞ്ജു സാംസന്റെ പ്രകടനത്തെ ഉറ്റുനോക്കുകയാണ് ആരാധകർ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ അവസാന മത്സരമാണ് ഇന്ന് നടക്കുന്നത്. അതിലുപരി സഞ്ജു സാംസൺ ജന്മനാട്ടിൽ ആദ്യമായി കളിക്ക് ഒരുങ്ങുകയാണ്. ആരാധകരൊക്കെ വളരെ ആവേശത്തിലാണ്. എങ്ങനെയാണ് ആ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞോ? തീർച്ചയായിട്ടും ആ ഒരു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അത് നമുക്കിവിടെ കാണുന്നത് തന്നെ അറിയാം. ഇവിടെ ഗേറ്റില് എൻട്രി ഭാഗങ്ങളെല്ലാം സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഏതായാലും ആരാധകർ 3 മണിയോടെ തന്നെ എത്തും. അത് കഴിഞ്ഞ് കൂടുതൽ ആളുകൾ ഇവിടെ എത്തിക്കഴിയുന്നതോടെ ഒരുക്കാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം ഇപ്പോഴും തയ്യാറാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ വോളണ്ടിയർമാർ ഈ പരിസരത്തുണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇനി അവർക്ക് ഇപ്പോഴൊന്നും ഇവിടേക്ക് കയറാനുള്ള സാഹചര്യമായിട്ടില്ല. ഇനി 3 മണിയോടെയാണ് എൻട്രി അനുവദിച്ചിട്ടുള്ളത്. സുരക്ഷാ മാർഗങ്ങളും ക്രമീകരണങ്ങളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ മത്സരത്തിന്റെ കാര്യം പറയുമ്പോൾ ഇനി ആവേശത്തിലുള്ള ആരാധകരെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആ മത്സര സമയത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും കൂടുതൽ പേർ ഇവിടേക്ക് ടിക്കറ്റിനായി തന്നെ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പോലെ തന്നെ തലസ്ഥാനത്ത് ഒരു മത്സരം വളരെ അപൂർവമായാണ് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കൂടുതൽ ആളുകൾ വളരെ ആവേശത്തോടെ ഇവിടെ എത്താനുള്ള തയ്യാറെടുപ്പുകളുണ്ട്. ഏതായാലും സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിലാണ്, ജന്മനാട്ടിൽ മത്സരമുണ്ട്. ഇതിലൊരു നിർണായക പങ്ക് വഹിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 മത്സരങ്ങൾ നോക്കുമ്പോൾ സഞ്ജു സാംസണ് വലിയ രീതിയിലുള്ള ഒരു ഫോമിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. മുൻപ് ഉണ്ടായിരുന്ന ഒരു ഫോമിലേക്ക് എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുമാത്രമല്ല അടുത്ത T20 വേൾഡ് കപ്പ് വരുമ്പോൾ തന്നെ ആദ്യത്തെ മത്സരങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ സഞ്ജു സാംസന്റെ ഇന്നത്തെ മത്സരം അനിവാര്യമാണ്. ഇനി മുന്നോട്ട് പ്ലേയിങ് 11ലേക്ക് എത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഇന്നത്തെ മത്സരത്തിലെ പ്രകടനത്തെ അനുസരിച്ചായിരിക്കും സഞ്ജു സാംസന് ഇനി വരാനുള്ള മത്സരങ്ങളുടെ അവസരങ്ങൾ കൂടി നിർണ്ണയിക്കുക. വിഷ്ണു, അതേസമയം തന്നെ സ്റ്റേഡിയം ഒക്കെ ഒരുങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജു സാംസൺ നിർണായകമാണ് ഇന്നത്തെ ഒരു പ്രകടനം എന്ന് പറയുന്നത്. ആരാധകരൊക്കെ അത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം തിരുവനന്തപുരത്ത്, അതായത് തലസ്ഥാനത്തൊക്കെ ഇത്തരത്തിലുള്ള ക്രിക്കറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ വളരെ ആവേശത്തിലാണ് ആളുകൾ തടിച്ചുകൂടാറാണ് പതിവ്. ഇന്നും അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ മത്സരങ്ങൾ സാധാരണ എല്ലാ തവണയും വരുമ്പോഴും ഇവിടെ കൂടുതൽ ആരാധകർ എത്തുന്നുണ്ട്. മത്സരത്തിനോട് അടുക്കുന്ന സമയമാണ് നല്ല തിരക്കുള്ളത്. എന്നാൽ ഇപ്പോൾ വേണ്ടത് ഇവിടെ വോളണ്ടിയർ സംഘത്തെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇവിടെ എന്തായാലും വളരെ ആവേശത്തോടെ ഇനി കൂടുതൽ വരേണ്ടതുണ്ട്. അതായത് നമ്മളത് വരുമ്പോൾ തന്നെ വഴിയിലെല്ലാം ഈ ജേഴ്സി വിൽക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. അവരൊക്കെ വളരെ കൂടുതൽ സാധനങ്ങളുമായി എത്തിയിട്ടുണ്ട്. അത്രത്തോളം ആരാധകർ ഇവിടെ വന്ന് വാങ്ങുമെന്നും മത്സരം ആവേശത്തോടെ കാണാൻ വേണ്ടി ഇതെല്ലാം സജ്ജീകരിച്ച് അകത്തേക്ക് കടക്കുമെന്നൊക്കെ എല്ലാവർക്കും ഉറപ്പുണ്ട്. സാധാരണ കഴിഞ്ഞ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ലൊരു ബാറ്റിംഗ് പിച്ച് തയ്യാറെടുക്കുന്നുണ്ട്. ആ ഒരു ഘട്ടം തന്നെയാണ് ഇത്തവണയും സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സിന് ഒരിക്കലും നിരാശപ്പെടാതെ പോകാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ്. കഴിഞ്ഞ ലോകകപ്പിന് സന്നാഹ മത്സരത്തിന് വേദിയായ ഒരു സ്റ്റേഡിയം കൂടിയാണ്. കൂടുതൽ ആളുകൾക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. വളരെ വലിയ ഒരു സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ മത്സരത്തിന് വലിയ അതുപോലെയുള്ള ഒരു ആവേശവും ഉണ്ടാകും. ഏതായാലും സഞ്ജു സാംസൺ മാത്രമല്ല, മുമ്പ് ഫോമായി നിൽക്കുന്ന മറ്റു പ്ലെയേഴ്സ് കൂടി അവരെ കൂടി പരിഗണിക്കുന്ന ഒരു മത്സരം. ഈ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിന് മാത്രമല്ല ആരാധകർ, ഇന്ത്യൻ ടീമിന് മൊത്തം ആരാധകരുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു മത്സരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇതിൽ നിന്ന് കണക്കാക്കുന്നത്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും പോരാട്ടമാണ് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നത്. ഈ മത്സരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ സ്വന്തം നാട്ടിൽ ആദ്യമായി കളിക്കാൻ ഒരുങ്ങുന്ന സഞ്ജു സാംസണിലേക്ക് തന്നെയാണ്. എല്ലാ വിധത്തിലുമുള്ള ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സജ്ജീകരണങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് വിഷ്ണു ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും, ബാരിക്കേഡ് അടക്കം വെച്ച് എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ, സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ പിച്ചിൻ്റെ കാര്യത്തിലൊക്കെ പെർഫെക്റ്റ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇപ്പോൾ 7 മണിയോടുകൂടിയാണ് കളി ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 3 മണിയോടുകൂടിയാണ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് കയറ്റി തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വിഷ്ണു വിവരം നൽകിയത്. ICC T20 ലോകകപ്പ് തൊട്ടരികിൽ നിൽക്കവേ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സ്ഥാനം നിലനിർത്താൻ മികച്ചൊരു ഇന്നിങ്സ് സഞ്ജു സാംസണ് കാഴ്ചവെച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ആരാധകർ ഏവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസണിലേക്ക് തന്നെയാണ്. നമുക്കറിയാം 4 കളികളിലും സഞ്ജു സാംസണ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. 4 കളികളിൽ നിന്നും 40 റൺസ് മാത്രമാണ് സഞ്ജുവിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അത് വളരെയധികം നിരാശ തരുന്ന ഒരു കാര്യമായിരുന്നു. ആ നിരാശ ഈ ഒരു കളിയിൽ, 5ാമത്തെ T20-യിൽ ആ നിരാശ നികത്തുമെന്നുള്ള ഒരു കാര്യം അത് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നതും. അതേസമയം തന്നെ മറ്റ് പ്ലേയേഴ്സിനൊക്കെ ആരാധകർ കൂടുതൽ തന്നെയാണ്. അവരൊക്കെ ഏവരും ഈ ഒരു കളിക്കായി തന്നെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഇത്തരമൊരു മത്സരം ഒരുങ്ങുമ്പോൾ കാണികൾ എങ്ങനെ വെറുതെ ഇരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ആരാധകർ ഏവരും എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ അത് തന്നെയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കായിക ലേഖകൻ അൻസാർ എസ് രാജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം അൻസാർ എസ് രാജ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു തലസ്ഥാനത്ത് എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് 7 മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം T20 മത്സരം എത്തിയിരിക്കുന്നത് ആരാധകരും തലസ്ഥാനവും ഒക്കെ ഒരേ രീതിയിൽ ആഘോഷമാക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു കളിയെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2020 വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്നു. അതിനു മുമ്പുള്ള അവസാനത്തെ ഒരു തയ്യാറെടുപ്പ് മത്സരം എന്നതുപോലെയുള്ള അവസാനത്തെ മത്സരമാണ്. ടീമിലുള്ള അംഗങ്ങൾക്ക് ഫോം വീണ്ടെടുക്കാനും അവർക്ക് അവരുടെ പൊസിഷനുകളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കാനും ഏതൊക്കെ രീതിയിൽ ആരെയൊക്കെ ഉപയോഗിക്കണമെന്ന് പരിശീലകർക്ക് ഒരു ധാരണ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു അവസാനത്തെ സന്നാഹ മത്സരം അല്ലെങ്കിൽ ഒരു മുന്നൊരുക്ക മത്സരമാണ്. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വലിയ പ്രാധാന്യമില്ല. കാരണം നമ്മൾ പരമ്പരയിൽ ഇപ്പോൾ 4-1 മുന്നിലാണ്. അതുകൊണ്ട് തന്നെ പരമ്പരയുടെ റിസൾട്ട് ഒരു ബാധകമല്ല. അതുപോലെ തന്നെ ഈ മത്സരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളിയായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കേരളത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മലയാളി താരങ്ങളിൽ ഒരാളായ സഞ്ജു സാംസൺ ആദ്യമായി 56 2020 മത്സരങ്ങൾ ഇന്ത്യൻ കുപ്പായത്തിൽ കളിച്ചതിന് ശേഷം ആദ്യമായി
സ്വന്തം നാട്ടിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്വന്തം നാട്ടില് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ സഞ്ജു കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ കുപ്പായം അണിഞ്ഞ് ആദ്യമായിട്ട് മത്സരം കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിക്കുന്ന മത്സരമാണ്. വളരെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ മത്സരത്തെ കാത്തിരിക്കുന്നത്. കാരണം ഈ പരമ്പരയിൽ സഞ്ജുവിനെ സ്ഥിരം ഓപ്പണറായാണ് വിളിച്ചത്. കാരണം ഏകദിന ടീമിലും ടെസ്റ്റ് ടീമിലുമൊക്കെ നായകനായ ശുഭ്മാൻ ഗില്ലിനെ ട്വന്റി വേൾഡ് കപ്പ് ടീമിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി പകരം ആ ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസനെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് ആണ് ഈ പരമ്പരയ്ക്കും അതുപോലെ ലോകകപ്പിലും ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ സഞ്ജുവിന് ആദ്യത്തെ 4 മത്സരങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആദ്യത്തെ മത്സരത്തിൽ 10 റൺസ്, പിന്നീട് 6 റൺസ്, അതിനുശേഷം ഡക്കായി. 4-ാം മത്സരത്തിൽ 24 റൺസ്, 15 പന്തുകളിൽ 24 റൺസാണ് സഞ്ജു നേടിയത്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഒരു നല്ലൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കേണ്ടതുണ്ട്. കാരണം സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ, ഓപ്പണർ, ബാറ്റർ എന്ന നിലയിലാണ് 2020 വേൾഡ് കപ്പിനായി ടീമിൽ എടുത്തിട്ടുള്ളത്. അതേസമയം ഇഷാൻ കിഷനെയാണ് സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി, അതായത് പകരക്കാരനായിട്ടും പകരക്കാരൻ ഓപ്പണറായും പകരക്കാരൻ വിക്കറ്റ് കീപ്പറായും എടുത്തത്. പക്ഷേ ഇഷാൻ കിഷൻ ഈ പരമ്പരയിൽ ലഭിച്ച അവസരങ്ങളിലെല്ലാം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. അത് സഞ്ജുവിന് സത്യം പറഞ്ഞാൽ സഞ്ജുവിന്റെ സ്ഥാനത്തിനൊരു വെല്ലുവിളിയാണ്. അപ്പൊ ഒരു ആരോഗ്യകരമായ മത്സരം ഇഷാനും സഞ്ജുവും തമ്മിലുണ്ട്. ഇന്നലെ ഇന്ത്യൻ ടീമിന്റെ പ്രാക്ടീസ് കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറായ അഭിഷേക് ശർമ്മയെ ഇന്നലെ പ്രാക്ടീസിന് വന്നിരുന്നില്ല. അഭിഷേക് ശർമ്മ ഒരുപക്ഷെ ഈ മത്സരത്തിൽ ഓപ്പണറായി കളിക്കാൻ സാധ്യതയില്ല. ഈ മത്സരത്തിൽ ഓപ്പണേഴ്സായിട്ട് കളിക്കാൻ ഇറങ്ങാൻ സാധ്യതയുള്ളത് ഇഷാനും സഞ്ജുവുമായിരിക്കും. കാരണം ഇവർ രണ്ടുപേരും ആരാണ് ഓപ്പണിംഗ് പൊസിഷനിൽ കുറച്ചുകൂടി നല്ലത്? കാരണം ഇഷാൻ ഇതുവരെ ഓപ്പണിംഗ് പൊസിഷനിൽ കളിച്ചിട്ടില്ല. അപ്പൊ ഇഷാൻ ഓപ്പണിംഗ് പൊസിഷനിൽ കളിക്കാൻ ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ഒരു പരീക്ഷണത്തിന് കോച്ച് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാവാം ഇന്നലെ ഇഷാനും സഞ്ജുവും പേസർമാരെയും സ്പിന്നർമാരെയും ഒരേപോലെ നെറ്റിൽ നേരിട്ടത്. അപ്പോ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു ഇന്നിംഗ്സ് തന്റെ സ്വന്തം കളികൾക്ക് മുമ്പിൽ. സഞ്ജുവിന് ഇന്ന് മത്സരം നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ തിരുവനന്തപുരം മുഴുവൻ ക്രിക്കറ്റിന്റെ ഒരു ലഹരിയിലേക്ക് ആഴ്ന്നു കഴിഞ്ഞു. ഏകദേശം 33,000 ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞു. പിന്നീട് അതുപോലെ തന്നെ കളിക്കാരുമുണ്ട്, ക്ലബുകളിലെ കളിക്കാർ, അങ്ങനെയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഒരു 50,000 പേർ സഞ്ജുവിന് വേണ്ടി ആരവം മുഴക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈ ഒരു ദിവസമാണ് സഞ്ജു തന്റെ കരിയറിലും കാത്തു നിന്നിരിക്കുന്നത്, സ്വപ്നം കണ്ടിരുന്ന ഒരു ദിവസമായിരിക്കും. ആ ഒരു ദിവസത്തേക്ക് സഞ്ജു അടുക്കുകയാണ്, സഞ്ജു സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുകയാണ്. ഇന്നത്തെ ദിവസം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും ഈ കാണികളുടെ എല്ലാം ആവേശവും പ്രാർത്ഥനയും ആരവങ്ങളും എല്ലാം ചേർന്ന് സഞ്ജുവിൽ നിന്ന് ഒരു മികച്ച ഇന്നിംഗ്സ് പുറത്തെടുക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ദിവസമായി മാറും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ, നമ്മളും അങ്ങനെ തന്നെയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 4 കളികളിലെയും ഫ്ലോപ്പ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം ഈ ഒരു കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷ ആ ഒരു 4 കളിയിലും നടക്കാതെ പോയത് അതിനുള്ള പ്രായശ്ചിത്തമായിരിക്കും ഈ ഒരു കളിയിൽ എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം 4 കളികൾ നടക്കാൻ കഴിയാതെ പോയത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. സഞ്ജുവിന്റെ എതിരാളികൾ എന്നുള്ള വിമർശകരൊക്കെ പറയുന്നത് സഞ്ജു അവസരങ്ങൾ ലഭിക്കും, പക്ഷെ ആ അവസരങ്ങൾ സഞ്ജുവിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കുക, ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ വന്ന ഒരു യുവതലമുറ, ആ യുവതലമുറ ശുഭാൻ ഗിൽ ആവട്ടെ, അഭിഷേക് ശർമ്മയാവട്ടെ, ഇഷാൻ കിഷൻ ആവട്ടെ, ആരായാലും അവർ അവരുടെ ലഭിച്ച അവസരങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായും അങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു ചഹലിന്റെ ഒരു അഭിപ്രായം നമ്മൾ കേൾക്കുകയായിരുന്നു. T20 പരമ്പരയിലെ ഫ്ലോപ്പ് ഷോയുടെ പേരിൽ സഞ്ജു സാംസണെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വരുന്ന സാഹചര്യം നമുക്കറിയാം. ഒരുപാട് ആരാധകർക്കൊപ്പം തന്നെ ഒരുപാട് വിമർശകരുമുള്ള ഒരു താരം കൂടിയാണ് സഞ്ജു സാംസൺ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജു സാംസൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ആരാധകരും ഒപ്പം വിമർശകരുമുള്ള ഒരു പ്ലെയർ തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ചഹൽ അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ ഈ ഒരു T20 പരമ്പരയിലെ ഫ്ലോപ്പ് ഷോയുടെ പേരിൽ സഞ്ജുവിനെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത്തവണ നികത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ചഹല് മാത്രമല്ല, പലരും കഴിഞ്ഞ ദിവസം അശ്വിൻ തന്നെ പറഞ്ഞല്ലോ, ഈ രീതിയിലാണ് സഞ്ജു അവസരങ്ങളെ പ്രയോജനപ്പെടുത്താതെ പോകുന്നത് എങ്കിൽ സഞ്ജു ഒരുപക്ഷെ പുറത്തിരുന്ന് കളി കാണുന്നതാണ് ഏറ്റവും നല്ലതെന്ന് രാജസ്ഥാൻ റോയൽസിൽ സ്വന്തമായിട്ട് കൂടെ കളിച്ച നമ്മുടെ രവിചന്ദ്ര അശ്വിൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നല്ലോ. വിമർശനങ്ങൾ ഉണ്ടാവും. അവസരങ്ങൾ ലഭിക്കുമ്പോൾ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെ വരുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. വിമർശനങ്ങൾക്ക് അതീതമായിട്ട് വിമർശനങ്ങളെ അതിജീവിച്ച് പോകാൻ കഴിയുക എന്നുള്ളതാണ് ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതിന് സഞ്ജുവിന് കഴിയും. നമ്മൾ സഞ്ജു ഒരുപാട് വിമർശനങ്ങൾക്കിടയിൽ നിന്നാണ് 10 വർഷത്തോളമായി സഞ്ജു ഇന്ത്യൻ ടീമിലെത്തിയിട്ട് 2015 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2015 സിംബാബ്വേയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിന്റെ ഒരു കുപ്പായം സഞ്ജു അണിയുന്നത്. അതിനുശേഷം ഈ കാലയളവിലെല്ലാം സഞ്ജു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സഞ്ജു ടീമിലെത്തും പുറത്തു പോകും, ടീമിലെത്തും പുറത്തു പോകും. അതിനിടയ്ക്കാണ് ഈ 10 കൊല്ല കാലാവധിക്കിടയ്ക്കാണ് 56 ഏകദിനങ്ങൾ കളിച്ചത്, 56 2020 കളിച്ചത്. ഈ 56 2020 അപ്പുറത്തേക്ക് IPL ഒരു ടീമിനെ മുഴുവൻ 3 സീസൺ നയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു കരിയർ സഞ്ജുവിന്റെ കയ്യിൽ സ്വന്തമായിട്ടുണ്ട്. പിന്നെ യുസ്വേന്ദ്ര ചഹൽ സഞ്ജുവിനൊപ്പം കളിച്ചയാളാണ്. അപ്പൊ അവർ തമ്മിലുള്ള എന്തെങ്കിലും ഈഗോയുടെ പേർത്ത് അവർ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം. പക്ഷെ അതൊന്നുമല്ല, സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏറ്റവും മികച്ച വിശ്വസിക്കാവുന്ന ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ് സഞ്ജുവിന്റേതായ ഫോമിലേക്ക് ഉയർന്നാൽ ഈ വിമർശനങ്ങളെല്ലാം അപ്രസക്തമാണ്. തീർച്ചയായും വളരെയധികം നന്ദി അൻസാർ എച്ച് രാജു ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ നമ്മോടൊപ്പം പരിശീലകൻ പി രംഗനാഥൻ ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. നമസ്കാരം പി രംഗനാഥൻ. നമുക്കറിയാം തലസ്ഥാനം ആവേശത്തിലായി കഴിഞ്ഞു, എല്ലാ ഒരുക്കങ്ങളും സ്റ്റേഡിയത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. പിച്ചൊക്കെ തയ്യാറായി കഴിഞ്ഞു, ആരാധകരൊക്കെ ഒഴുകിയെത്താൻ കാത്തിരിക്കുകയാണ്. വളരെ ശരിയാണ്. നിറഞ്ഞ ഒരു ഗാലറി, അതും കേരളത്തൊരു അന്താരാഷ്ട്ര മത്സരം, അതും സഞ്ജു വി സാംസൺ പ്ലേയിങ് 11 കളിക്കുന്നുള്ള ഒരു മത്സരം. അപ്പൊ അതെല്ലാം നോക്കുമ്പോഴും ഏറെ പ്രസക്തം ഉള്ള ഒരു മത്സരമായിട്ട് മാറുന്നു. അത് മാത്രമല്ല, ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു മത്സരം, അതിന്റെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഫോം വീണ്ടെടുക്കാനുള്ള ഒരു അവസരം താരങ്ങൾക്കെല്ലാം. ഇപ്പൊ ഇന്ത്യൻ ടീം ഇപ്പോ കഴിഞ്ഞ മത്സരത്തിൽ തോറ്റതിൽ നിന്ന് അവരൊരു വിജയത്തിലോട്ട് വരേണ്ടിയിരിക്കുന്നു. അതും അവർക്ക് അനിവാര്യമാണ്. ഇപ്പൊ ഈ മത്സരത്തിന് ന്യൂസിലാൻഡിനാവട്ടെ ലോകകപ്പിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ മത്സരം ഇന്ത്യക്കെതിരെ ജയിച്ചു. ഈ മത്സരവും വിജയിച്ച് അവർ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാ രീതിയിലും ഒരു നല്ല T20 മത്സരം ഇന്ന് ഗ്രീൻഫീൽഡിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായും ഇതൊരു താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡു ഓർ ഡൈ പോരാട്ടമാണ് എന്ന് തന്നെ പറയണം. കാരണം അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുന്ന ICC T20 ലോകകപ്പിൽ ഇന്ത്യ 11-ൽ അദ്ദേഹത്തിന് ഇടം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. വളരെ ശരിയാണ്. കാരണം അത് മാത്രമല്ല, മൊത്തത്തിലെ ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അവസരം വിനിയോഗിക്കണം. നേരത്തെ അൻസാർ സൂചിപ്പിച്ചതുപോലെ അവസരങ്ങൾ വരുമ്പോൾ അത് വിനിയോഗിക്കുക. അതിപ്പോ ഒരു അന്താരാഷ്ട്ര താരത്തിന് ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ സഞ്ജു വി സാംസൺ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ക്രിക്കറ്ററാണ്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യൻ ടീമിന് സ്ഥിരത പുലർത്തി അദ്ദേഹത്തിന് ലോകകപ്പിലും കളിക്കാൻ അവസരം ലഭിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിട്ട് ഇത് മാറുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ഫോം എപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാം. ആ ശൈലിയിലുള്ള ബാറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഓപ്പണിംഗ് ആണെങ്കിൽ ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ നല്ലൊരു സ്കോർ പടുത്തുയർത്താനായിട്ട്, കാരണം പിച്ചും ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ്. ധാരാളം റണ്ണുകൾ വീഴുന്ന ഒരു പിച്ചിൽ അനാവശ്യ ഷോട്ടുകളൊന്നും കളിക്കാതെ റൺസ് നേടാനായിട്ട് ഒരു അവസരമായിട്ട് അദ്ദേഹം മാറ്റും. തീർച്ചയായും പിച്ചിലേക്ക് നോക്കിയാൽ കാര്യവട്ടത്തെ ഗ്രൗണ്ടിനെ കുറിച്ച് എന്തൊക്കെയാണ് വിവരങ്ങൾ? പിച്ചൊക്കെ തയ്യാറാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വളരെ ശരിയാണ്. കാരണം ദീർഘകാലത്തെ ഒരു പ്രിപ്പറേഷൻ, അതും കാര്യവട്ടത്ത് ന്യൂസിലാൻഡ് ഇതിനു മുമ്പും ഇവിടെ കളിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ ഇന്നത്തെ ഈ മത്സരത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിങ്ങി നിറഞ്ഞ് ഈ ഗാലറിക്ക് മുന്നിൽ, പ്രത്യേകിച്ച് കേരള കാണികൾ ആവേശത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നു. പിച്ചിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റൺ ഒഴുകുന്ന ഒരു പിച്ചായിരിക്കും. അത് മാത്രമല്ല, ഇന്നത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും നല്ലൊരു T20 പോരാട്ടം. അതിപ്പോ ന്യൂസിലാൻഡിനെ നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാൻ സാധിക്കാത്ത ഒരു ടീമാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അവർ വിജയിച്ച ഒരു ടീമാണ്. അപ്പൊ അത് നോക്കുമ്പോൾ ഒരു തുല്യശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം അടുത്ത ആഴ്ച വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങാനിരിക്കുകയാണ്. ഈ ഇന്ത്യൻ ടീമിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണണമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അഴിച്ചുപണിക്ക് സാധ്യത മുന്നിൽ കാണുന്നില്ല. കാരണം ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഇതുവരെ തുടർച്ചയായിട്ട് ഇന്ത്യ 3 മത്സരങ്ങൾ വിജയിച്ചു, പരമ്പര നേടി. പിന്നെ ദൗർഭാഗ്യം കൊണ്ട് കഴിഞ്ഞ മത്സരം കൈവിട്ടുപോയി. ഈ മത്സരവും ടീം ലെവൽ നോക്കുകയാണെങ്കിലും വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യത കാണുന്നില്ല. കാരണം ഇഷാൻ കിഷൻ മടങ്ങി വരണമെങ്കിൽ മാത്രമേ ഒരു സാധ്യതയുള്ളൂ. അപ്പൊ അതും എനിക്ക് തോന്നുന്നില്ല ഈ മത്സരത്തിന് അദ്ദേഹത്തിന് സഞ്ജു വി സാംസൺ ഉള്ളതുകൊണ്ട് അവസരം ലഭിക്കുമെന്ന്. സൂര്യകുമാർ യാദവ് വൺ ഡൗൺ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ടീമിൽ ബാറ്റർമാരുടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. ബോളിംഗിൽ എങ്ങനെയാണെന്നുള്ളത് ടീം മാനേജ്മെന്റ് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. തീർച്ചയായും വളരെയധികം നന്ദി
ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, ആരാധകർ ഒഴുകിയെത്താൻ പോവുകയാണ്. 3 മണി തൊട്ടാണ് ആരാധകരെയൊക്കെ സ്റ്റേഡിയത്തിലേക്ക് കടത്തിവിടുന്നത്. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും ഒക്കെ ഈ ഒരു മത്സരത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആരാധകരൊക്കെ ഉറ്റുനോക്കുകയാണ് സഞ്ജു സാംസന്റെ പ്രകടനത്തിനായി. നമുക്കറിയാം, സ്വന്തം നാട്ടിൽ ആദ്യ കളിയാണ്, അതിനുള്ള പ്രതീക്ഷ അത് ആരാധകർക്ക് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പരിശീലനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ക്രിക്കറ്റ് മോഹമൊക്കെ കൊണ്ടാണ് സഞ്ജു സാംസൺ ഉയർന്നു വന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ സഞ്ജു സാംസന്റെ ഒരു കഴിവ് അത് നമ്മൾ കേരളം കണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം മുൻ കേരള ക്രിക്കറ്റ് താരം ജഗദീഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ജഗദീഷ്. ഇപ്പോഴിതാ തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഒരു കളിയെ സ്വീകരിച്ചുകൊണ്ട്. നമുക്കറിയാം, സഞ്ജു സാംസന്റെ ആദ്യത്തെ കളിയാണ് ജന്മനാട്ടിൽ നടക്കാൻ പോകുന്നത്. ഈ 4 കളികളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഈ കളിയിൽ അതിനുള്ള പ്രായശ്ചിത്തം ആയിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ 4 കളിയും എനിക്ക് തോന്നുന്നു റൺസ് ഇല്ല എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ സഞ്ജുവിന്റെ ആ ഒരു അപ്രോച്ച് തന്നെയാണ് എപ്പോഴും കാണികളും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ മാച്ച് എനിക്ക് തോന്നുന്നു തുടങ്ങി അത്യാവശ്യം റൺസുകൾ കിട്ടി തുടങ്ങിയാണ്. പിന്നെ സ്വന്തം ഗ്രൗണ്ടിൽ നമ്മുടെ കാണികളുടെ അടുത്ത് അദ്ദേഹം കളിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു സ്കോർ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഓൾറെഡി അദ്ദേഹം നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് ഒക്കെ സമയത്ത് അവിടെ സെഞ്ചുറി അടിച്ചത് നമ്മൾ കണ്ടതാണ് T20. അപ്പൊ അത്തരം ഇന്നിങ്സുകൾ ഇന്ന് പിറക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. തീർച്ചയായും ഇന്ത്യ കപ്പടിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ഓൾറെഡി നമ്മൾ സീരീസ് വിൻ ചെയ്തു. 5ാമത്തെ മാച്ചാണ്. കഴിഞ്ഞ മാച്ച് അത്യാവശ്യം ഉഗ്രനായിട്ട് ന്യൂസിലാൻഡ് തിരിച്ചു വന്നു, അവർക്കൊരു വിജയം നേടാൻ സാധിച്ചു. അതിനൊരു തിരിച്ചടി എന്നോണം 5ാമത്തെ മാച്ചും വിജയിക്കുക. അതിന് സഞ്ജുവിന്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആരാധകരും ക്രിക്കറ്റ് പ്രേമികളും ഒക്കെ ഒരുപോലെ കാത്തിരിക്കുന്ന, ആവേശകരമായി തന്നെ കാത്തിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നമുക്കറിയാം, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങാനിരിക്കുകയാണ്. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് അത് സഞ്ജുവിന് ഈ കളി നിർണായകം തന്നെയാണല്ലേ? സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഗൗതം ഗംഭീർ ആയിക്കോട്ടെ, ബാറ്റിംഗ് കോച്ച് ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ കാലം കൊണ്ട് ഒരു സംശയമില്ല ആർക്കും. അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് തുടങ്ങി കിട്ടിയാൽ അദ്ദേഹത്തിന്റെ റോൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ അപ്രോച്ച് അല്ലെങ്കിൽ T20 അദ്ദേഹത്തിന്റെ റൺസുകൾ നമുക്കറിയാം, സെഞ്ചുറികൾ നേടിയ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് നല്ലൊരു ലൈനപ്പാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ചുള്ള. അഭിഷേക് ശർമ്മയെ പോലുള്ള ആൾക്കാരൊക്കെ തുടക്കം സഞ്ജുവിനോട് നിൽക്കുമ്പോഴത്തേന് എവിടെയും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. സൂര്യകുമാർ യാദവ് ബാക്ക് ടു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വലിയ ഇന്നിങ്സുകൾ കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ T20ക്ക് വേൾഡ് കപ്പിന് മുമ്പിട്ട് വരുന്ന മാച്ച് എല്ലാവരും ഒന്ന് ഓണായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും ഇവിടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 പരമ്പരയിലെ 5ാമത്തെയും അവസാനത്തെയും പോരാട്ടം ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ്. ആവേശത്തിൽ തന്നെയാണ് തലസ്ഥാനമുള്ളത് എന്ന് തന്നെ പറയാം. 3 മണിയോടുകൂടി ആളുകളൊക്കെ, ആരാധകർ, കാണികളൊക്കെ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും. 7 മണിയോടുകൂടി കളി ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പിച്ചുകളെല്ലാം പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. മറ്റ് സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മത്സരത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ നമ്മുടെ സ്വന്തം നാട്ടിൽ കളിക്കാൻ ഒരുങ്ങുന്ന സഞ്ജു സാംസണിലേക്ക് തന്നെയാണ്. കഴിഞ്ഞ 4 കളികളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെങ്കിലും അതിനുള്ള പ്രായശ്ചിത്യം ഈ ഒരു കളിയിൽ നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഏവരും എത്തുന്നത്. ICC T20 ലോകകപ്പ് തൊട്ടരികിൽ നിൽക്കുകയാണ്. അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുന്ന ഈ ഒരു ലോകകപ്പിൽ ഇന്ത്യൻ പ്ലേയിങ് 11-ൽ സ്ഥാനം നിലനിർത്താൻ മികച്ചൊരു ഇന്നിങ്സ് അത് സഞ്ജു സാംസണിന് ലഭിച്ചേ മതിയാകൂ. അതിനുള്ള ഒരു ശ്രമം ഈ ഒരു കളിയിൽ ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കാം. പരിക്കു കാരണം കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം അനുവദിച്ച ഇഷാൻ കിഷനും കളിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. കൂടാതെ ആദ്യ മത്സരത്തിനിടെ പരിക്കേറ്റത് കാരണം തുടർച്ചയായി തന്നെ 3 കളിയിൽ പുറത്തിറക്കേണ്ടി വന്ന ഓൾറൗണ്ടർ അക്ഷർ പട്ടേലും ഈ കളിയിൽ എത്തുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ മത്സരത്തിൽ ഇന്ത്യ വിശ്രമം നൽകിയേക്കുമെന്നുള്ള ഒരു സൂചന കൂടിയുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. നാഗ്പൂരിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 48 റൺസിനാണ് ഇന്ത്യ കെട്ടുകെട്ടിച്ചത്. നമുക്കറിയാം, നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പോഴിതാ
റായ്പൂരിലെ രണ്ടാം അംഗത്തിലും ഇന്ത്യ ആധിപത്യം തുടരുന്നതും നമ്മൾ കണ്ടു. 209 റൺസിന്റെ വിജയലക്ഷ്യം വെറും 16 ഓവറിൽ 3 വിക്കറ്റ് മറികടന്നാണ് ടീം കരുത്ത് കാട്ടിയത്. ഗുവാഹത്തിയിലെ മൂന്നാം T20യിൽ ഇന്ത്യയുടെ മറ്റൊരു അതിവേഗ റൺ ചേസ് കൂടി നമ്മൾ കണ്ടിരുന്നു. 154 റൺസിന്റെ ലക്ഷ്യം വെറും 10 ഓവറിൽ 2 വിക്കറ്റിന് അനായാസം ഇന്ത്യ ചേസ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. പക്ഷേ വിശാഖപട്ടണത്തെ നാലാം അംഗത്തിൽ കിവികൾ ഇന്ത്യക്ക് മൂക്കുകയറിടുകയും ചെയ്തിരുന്നു. 50 റൺസിന്റെ ജയവുമായാണ് ന്യൂസിലൻഡ് അന്ന് തിരിച്ചടിച്ചത്. എന്ത് തന്നെയായാലും ഈ കളി അത് നിർണായകം തന്നെയാണ്. ഇന്ത്യക്ക് കപ്പടിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷേ സഞ്ജുവിന്റെ പ്രകടനം അത് തന്നെയാണ് ആരാധകർ ഏവരും ഉറ്റുനോൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കളിയിലെ സാധ്യത 11 എന്ന് പറയുന്നത് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി എത്തും. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, റിങ്കു സിംഗ്, അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ് എന്നിവരും ഒന്നിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. തലസ്ഥാനം ആവേശത്തോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.